ഹരേ കൃഷ്ണ. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ബ്രഹ്മമുഹൂർത്ത വിളക്കിനെക്കുറിച്ചാണ്. എന്താണ് ബ്രഹ്മമുഹൂർത്ത വിളക്ക്, അതെങ്ങനെ തെളിയിക്കണം തുടങ്ങിയുള്ള കാര്യങ്ങളാണ് നമ്മുടെ ഈ ചാനലിൻ്റെ തുടക്കം മുതൽ ഏറ്റവും കൂടുതൽ ചോദ്യം വന്നിരിക്കുന്നത് ബ്രഹ്മമുഹൂർത്ത ദീപത്തെക്കുറിച്ചാണ്. അപ്പോൾ എല്ലാവർക്കും അതിനെക്കുറിച്ച് കുറച്ച് വിവരങ്ങൾ പറഞ്ഞു തരാമെന്ന് വിചാരിക്കുന്നു. 48 ദിവസത്തെ ബ്രഹ്മമുഹൂർത്ത വിളക്കിനെ കുറിച്ചാണ് പറയുന്നത്. ഓൾറെഡി ഞാൻ വീഡിയോയിൽ ബ്രഹ്മമുഹൂർത്ത വിളക്കിനെ കുറിച്ച് പറഞ്ഞ് ഡീറ്റെയിലായിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിന് ഒരുപാട് പേര് പല സംശയങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സംശയങ്ങളൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കൂടിയാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. ബ്രഹ്മമുഹൂർത്ത വിളക്ക് എന്ന് പറയുന്നത് എല്ലാവർക്കും തന്നെ അറിയാവുന്ന ഒരു കാര്യമാണ്. സൂര്യോദയത്തിന് മുൻപ് 48 മിനിറ്റ് മുൻപ് നമ്മൾ കൊളുത്തുന്ന വിളക്കാണ് ബ്രഹ്മമുഹൂർത്ത വിളക്ക് എന്ന് പറയുന്നത്. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ഈ ബ്രഹ്മമുഹൂർത്ത വിളക്ക് എന്ന് പറയുന്നത് നമുക്ക് പൂജാമുറിയിൽ തന്നെ കൊളുത്തണമെന്ന് ഒരു തീരുമാനവും ഇല്ല. നമുക്ക് ഇഷ്ടമുള്ള എവിടെ വേണമെങ്കിലും കൊളുത്താവുന്നതാണ്. ബെഡ്റൂമിലൊഴിച്ച്, അതായത് നമുക്ക് ഹാളിൽ കൊളുത്താം, അല്ലെങ്കിൽ കിച്ചണിൽ കൊളുത്താവുന്നതാണ്. എത്ര മണിക്ക് ഈ ബ്രഹ്മമുഹൂർത്ത വിളക്ക് കൊളുത്തേണ്ടത് എന്ന് പറഞ്ഞാൽ രാവിലെ 3:30 മുതൽ 5 മണി വരെയുള്ള സമയത്തിനുള്ളിൽ കൊളുത്തുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം നമ്മൾ 5:15 വരെയൊക്കെ തന്നെ ബ്രഹ്മമുഹൂർത്ത സമയമായിരിക്കും. എന്നിരുന്നാലും സൂര്യൻ ഉദിക്കുന്നതനുസരിച്ച് ബ്രഹ്മമുഹൂർത്ത സമയവും വ്യത്യാസപ്പെടുന്നു. അപ്പോൾ സൂര്യൻ കുറച്ച് നേരത്തെ ഉദിക്കുന്ന ദിവസങ്ങളിൽ ഒരു 5:10 ആകുമ്പോൾ തന്നെ ബ്രഹ്മമുഹൂർത്ത സമയം അവസാനിക്കും. അതുകൊണ്ടാണ് ഒരു 5 മണിക്കുള്ളിൽ തന്നെ കൊളുത്തണം എന്ന് പറഞ്ഞത്. അപ്പോൾ 48 ദിവസത്തെ ബ്രഹ്മമുഹൂർത്ത വിളക്ക് കൊളുത്തുന്നതിന് മുൻപ് നമ്മൾ ആദ്യമായിട്ടൊരു സങ്കല്പം എന്ന് പറഞ്ഞാൽ പ്രാർത്ഥന വയ്ക്കണം. നമ്മുടെ ഏതൊരാവശ്യമാണോ നമുക്ക് സാധിച്ചു കിട്ടേണ്ടത്, ആ ആവശ്യം നടക്കണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വേണം നമ്മൾ ഈ 48 ദിവസത്തെ ബ്രഹ്മമുഹൂർത്ത ദീപം തുടങ്ങേണ്ടത്. ഇനിയിപ്പോൾ പ്രത്യേകമായുള്ള ഒരു പ്രാർത്ഥനകൾ ഇല്ലച്ചാൽ ഒരുപാട് പ്രാർത്ഥനകൾ ഉണ്ടെങ്കിലും ഈ രണ്ടവസ്ഥയിലാണെങ്കിലും ഇത് എന്ത് ചെയ്യണം എന്നൊരു കൺഫ്യൂഷൻ നിങ്ങൾക്കുണ്ടാവും. പ്രാർത്ഥന എനിക്കൊന്നും പ്രത്യേകിച്ച് പറയാനില്ലല്ലോ, അല്ലെങ്കിൽ ഒരുപാട് പ്രാർത്ഥനകളുണ്ടല്ലോ എന്നൊരു കൺഫ്യൂഷൻ ഉള്ളവരാണ് നിങ്ങളെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഇരുട്ട് മാറി നമ്മുടെ ജീവിതം പ്രകാശമാക്കണം എന്ന് മാത്രം ഈശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ടും ഈ ഒരു വിളക്കുകൾ കൊളുത്താവുന്നതാണ്. ഇത് നമ്മൾ നിലവിളക്കല്ല കേട്ടോ കൊളുത്തുന്നത്. ഇതിനായിട്ട് നമുക്ക് 5 ചിരാതുകളാണ് വേണ്ടത്. അപ്പോൾ ഞാനിവിടെ കാണിച്ചു തരാം 5 ചിരാതുകൾ. ഒരു ചെറിയ ബ്രാസ് പ്ലേറ്റ് എടുക്കുക. എന്നിട്ട് അതിലൊരു 5 ചിരാതുകൾ വെച്ച് മതി. അതിൽ നല്ലെണ്ണ ഒഴിക്കുക. എന്നിട്ട് ദീപം തെളിയിക്കുക. പഞ്ഞിത്തിരിയാണ് ഏറെ ഉത്തമം. ഗണപതിയുടെ മുന്നിലാണ് ഇത് കൊളുത്തി വെക്കാറുള്ളത്. എന്നാൽ അങ്ങനെ ഗണപതിയുടെ മുന്നിൽ ഒന്നും കൊളുത്തി വെക്കേണ്ട ആവശ്യമില്ല. ഞാൻ ഗണപതിയുടെ മുന്നിലാണ് കൊളുത്തി വെക്കൽ. നമുക്ക് ഹോളിൽ എന്തായാലും ഒരു സോഫയുടെ മുന്നിൽ ഒരു ടീപ്പും ഉണ്ടായിരിക്കുമല്ലോ, അവിടെ കൊളുത്തി വയ്ക്കാവുന്നതാണ്. അതല്ലെങ്കിൽ കിച്ചൺ സ്ലാബിൽ കൊളുത്തി വയ്ക്കാവുന്നതാണ്. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംശയം എന്ന് പറയുന്നത് ബ്രഹ്മമുഹൂർത്ത വിളക്ക് കൊളുത്തുന്നതിന് കുളിക്കണമോ എന്നുള്ളതാണ്. ബ്രഹ്മമുഹൂർത്ത വിളക്ക് ഞാൻ പറഞ്ഞല്ലോ, പൂജാമുറിയിലല്ല നമ്മളത് തെളിയിക്കുന്നത്. ഒരു 5 വിളക്കുകളാണ് നിങ്ങളൊരു ആഗ്രഹത്തിന് വേണ്ടി സാധിക്കണം എന്ന് വിചാരിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് കൊളുത്തുന്നതെങ്കിൽ കുളിക്കേണ്ട ആവശ്യമില്ല. രാവിലെ ശുദ്ധമാണെങ്കിൽ രാവിലെ എഴുന്നേറ്റ് ബ്രഷ് ചെയ്ത് മുഖം കഴുകി കൈകാലുകൾ കഴുകിയിട്ട് കുറച്ച് വെള്ളം തലയിൽ തളിച്ചതിന് ശേഷം ഈ വിളക്ക് കൊളുത്താവുന്നതാണ്. നോൺ വെജ് ഭക്ഷണങ്ങൾ കഴിക്കുന്നവരാണെങ്കിൽ മേലു കഴുകിയിട്ട് ഈ ബ്രഹ്മമുഹൂർത്ത വിളക്ക് കൊളുത്താവുന്നതാണ്. ബ്രഹ്മമുഹൂർത്ത വിളക്ക് കൊളുത്തുന്നതിന് നോൺ വെജ് ഭക്ഷണങ്ങൾ കഴിക്കുന്നതായിട്ടോ അല്ലെങ്കിൽ ബ്രഹ്മചര്യം പാലിക്കുന്നതായിട്ടോ ഒന്നും തന്നെ കണക്ഷൻ ഇല്ല കേട്ടോ. നമ്മൾ ഡെയിലി ലൈഫിൽ എങ്ങനെയാണോ നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് അതുപോലെയുള്ള നോർമലായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ചെയ്യുന്നത്. അതായത് യാതൊരുവിധ വ്രതങ്ങളോ ഒന്നും തന്നെ ഇല്ല. ദാമ്പത്യ ബന്ധത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ രാവിലെ കുളിച്ചിട്ട് മാത്രമേ ബ്രഹ്മമുഹൂർത്ത വിളക്ക് കൊളുത്തുവാൻ പാടുള്ളൂ. അതല്ലാതെ മറ്റ് റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല. പീരീഡ്സ് ടൈമിൽ 7 ദിവസം കൊളുത്തേണ്ട ആവശ്യം ഇല്ല. അത് കഴിഞ്ഞ് വീണ്ടും കൊളുത്താവുന്നതാണ്.
ടോട്ടൽ നമ്മൾ 48 ദിവസമാണ് കൊളുത്തേണ്ടത്. മറ്റൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എല്ലാ ദിവസവും ഒരേ സമയത്ത് തന്നെ കൊളുത്താൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ ഏതെങ്കിലും ഒരു ദിവസത്തിൽ ഏതെങ്കിലും ഒരു കാരണവശാൽ ഒരു അരമണിക്കൂർ താമസിച്ചു പോയി എന്ന് കരുതി പ്രശ്നമൊന്നുമില്ല. അപ്പോൾ നമ്മൾ 3:30ക്കാണ് എല്ലാ ദിവസവും കൊളുത്തുന്നതെങ്കിൽ എല്ലാ ദിവസവും ആ സമയത്ത് തന്നെ കൊളുത്തുക. ഒരു ദിവസം 4:30 പോയി എന്ന് പറഞ്ഞ് പ്രശ്നമില്ല. ഓരോ ദിവസവും പല സമയങ്ങളിൽ കൊളുത്തരുത്. ഒരു ഫിക്സഡ് ടൈം നമ്മൾ തന്നെ തീരുമാനിക്കണം. 4 മണിയെന്നോ 4:30 എന്നോ അതല്ലെങ്കിൽ മാക്സിമം 5 മണി എന്നോ വിചാരിക്കുക. ആ കറക്റ്റ് സമയത്ത് തന്നെ ഈ 5 വിളക്കുകളും കൊളുത്തുക. അപ്പോൾ ഞാനിവിടെ പറയുന്നത് പോലെ കൊളുത്തിയത് നിങ്ങൾ 5 മൺചിരാത് കൊളുത്തുകയാണ് വേണ്ടുന്നത് താളത്തിൽ. ഒരു ചെറിയ ബ്രാസ് പ്ലേറ്റിൽ 5 മൺചിരാതുകൾ എണ്ണ ഒഴിച്ച് തിരിയിട്ട് കൊളുത്താവുന്നതാണ്. കൊളുത്തിയതിന് ശേഷം നമുക്ക് പ്രപഞ്ചത്തിനോട് പ്രാർത്ഥിക്കാം. ഈ 5 തിരികളും കിഴക്കോട്ട് ഫേസ് ചെയ്ത് വേണം വെക്കേണ്ടത്. ഈ മൺചിരാതുകൾ എല്ലാ ദിവസവും കഴുകേണ്ട ആവശ്യമില്ല, തുടച്ചെടുത്താൽ മതി. ഇനിയിപ്പോൾ ചില മൺചിരാതുകളൊക്കെ തന്നെ 2-3 ദിവസം ഉപയോഗിച്ച് കഴിയുമ്പോൾ എണ്ണ ചോരുന്നതായിട്ട് കാണാൻ സാധിക്കും. അങ്ങനെയുള്ളപ്പോൾ ആ ചിരാതുകൾ മാറ്റിയിട്ട് പുതിയ ചിരാതുകൾ വെക്കേണ്ടതാണ്. ഇപ്പോൾ നമ്മൾ ഓൾറെഡി ഉപയോഗിച്ച ഒരുപാട് ചിരാതുകൾ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ അതൊക്കെ തന്നെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇനി ഈ ചിരാത് അതിൽ ഒരുപാട് എണ്ണയായിട്ട് ഒരുപാട് എണ്ണ കൂടുതലാകുമ്പോൾ ഒരുമാതിരി സ്റ്റിക്കി ആകും. അപ്പോൾ അങ്ങനെ അത്രമാത്രം സ്റ്റിക്കി ആകുന്നത് വരെ നമ്മൾ തുടച്ച് ഉപയോഗിക്കരുത്. കഴിവതും 2 ദിവസം കഴിയുമ്പോൾ മൺചിരാതുകൾ മാറ്റുക. മൺചിരാത് കഴുകാനായിട്ട് കുറച്ച് സോപ്പ് പൊടി ഇട്ട് വെള്ളം തിളപ്പിച്ച് സോപ്പ് പൊടി ഇട്ടിട്ട് അതിനകത്ത് മൺചിരാതുകൾ ഒഴിച്ചു വെച്ചാൽ ആ വെള്ളത്തിൽ മൺചിരാതുകൾ ഇട്ട് വെച്ചാൽ മതി. വളരെ വേഗം തന്നെ എണ്ണയുടെ ആ ഒരു പശപശപ്പ് മാറിക്കിട്ടും. ഉരച്ച് കഴുകേണ്ട ആവശ്യമേ ഇല്ല. വളരെ എളുപ്പമാണ്. ഞാൻ ഓൾറെഡി പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, സോപ്പ് പൊടി ചൂടുവെള്ളത്തിലിട്ട് ഇത് കഴുകിയെടുക്കുന്നതാണ് എളുപ്പമെന്ന്. ഇനിയിപ്പോൾ മൺചിരാതുകൾ കിട്ടില്ല നിങ്ങളുടെ സ്ഥലത്തെങ്കിൽ 5 ചെറിയ മൺചിരാത് പോലെയുള്ള ബ്രാസ് വിളക്കുകൾ വാങ്ങി വെച്ച് അത് ഉപയോഗിക്കാവുന്നതാണ്. അതും ഇതുപോലെ തന്നെ ഓരോ ദിവസം തുടച്ചുപയോഗിക്കാം. അത് കഴിഞ്ഞ് നല്ലതുപോലെ കഴുകി വേണം ഉപയോഗിക്കേണ്ടത്. ഒരുപാട് ദിവസം കഴുകാതെ ഉപയോഗിക്കരുത്. മൺചിരാതിലാണ് നിങ്ങൾ കൊളുത്താൻ പോകുന്നതെങ്കിൽ ആദ്യമേ തന്നെ 1-2 ഡസൻ മൺചിരാതുകൾ വാങ്ങി വെക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊന്നിച്ച് തന്നെ, അതായത് ഈ 2 ദിവസം കൂടുമ്പോൾ പുതിയ മൺചിരാത് കൊളുത്തിയിട്ട് ഒന്നിച്ച് തന്നെ ഇത് ചൂടുവെള്ളത്തിലിട്ട് കഴുകിയെടുക്കാനും എളുപ്പമായിരിക്കും. കുളിക്കാതെ തന്നെ ഈ വിളക്ക് കൊളുത്താമെന്ന് പറഞ്ഞതിൻ്റെ കാരണം നമ്മൾ പൂജാമുറിയിൽ അല്ല ഈ വിളക്ക് കൊളുത്തുന്നത്. അതുകൊണ്ട് തന്നെ ശരീരശുദ്ധിയോടെ ഇരിക്കുമ്പോൾ നമുക്ക് മുഖം മാത്രം കഴുകി വന്ന് വിളക്ക് കൊളുത്താവുന്നതാണ്. നിങ്ങൾക്ക് രോഗത്തിൻ്റെ എന്തെങ്കിലും അവസ്ഥയൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അതിൽ യാതൊരു ദോഷവും ഇല്ല. അതുകൊണ്ട് ഇപ്പോൾ രാവിലെ കുളിക്കാൻ സാധിക്കാത്തവരാണെങ്കിൽ അവർക്കെല്ലാം തന്നെ ഈ ഒരു വിളക്ക് കൊളുത്തി അവരുടെ ആഗ്രഹം എന്താണോ ആ ഒരു ആഗ്രഹം നടക്കുന്ന ആവശ്യത്തിന് വേണ്ടി ഈ ഒരു വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കാവുന്നതാണ്. ഇപ്പോൾ ഞാൻ ബ്രഹ്മമുഹൂർത്ത വിളക്ക് കൊളുത്തുന്നത് 4:30 മണിക്കാണ്. 4:30 മണിക്ക് രാവിലെ കുളിച്ചിട്ട് വന്നാണ് എല്ലാ ദിവസവും കൊളുത്തുന്നത്. അതുകൊണ്ടാണ് ഗണപതി ഭഗവാന്റെ മുന്നിൽ തന്നെ കൊളുത്തുന്നതിൻ്റെ കാരണവും. അപ്പോൾ 4:30 മണിക്ക് ഇവിടെ ബ്രഹ്മമുഹൂർത്ത വിളക്ക് കൊളുത്തിയിട്ട് പിന്നെ ഞാൻ പൂജാമുറിയിൽ പോയി പൂജാമുറി ഒന്ന് തുടച്ച് വിളക്കിനെല്ലാം പൊട്ടൊക്കെ തൊട്ട് അതെല്ലാം ഒന്ന് അലങ്കരിച്ച് ശുദ്ധമാക്കും. അപ്പോൾ ഇതെൻ്റെ ഡെയിലി റൊട്ടീനാണ്. നിങ്ങൾക്ക് എവിടെയാണോ സൗകര്യം, എങ്ങനെയാണോ സൗകര്യം ആ രീതിയിൽ ചെയ്യാവുന്നതാണ്. അതിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല. പക്ഷേ നമ്മുടെ ഈ ബ്രഹ്മമുഹൂർത്ത വിളക്കിൻ്റെ ബലം ചെറുതല്ല. അത് ഭയങ്കര ഒരു പവറാണ്. നിങ്ങളെ വിചാരിക്കുന്നതിനപ്പുറത്താണ് ബ്രഹ്മമുഹൂർത്ത ദീപം. അങ്ങനെയുള്ളപ്പോൾ ആ ചിരാതുകൾ മുമ്പ് പറഞ്ഞല്ലോ, എണ്ണമഴവുള്ളതെല്ലാം ഓൾറെഡി മാറ്റി ചൂടുവെള്ളത്തിൽ കഴുകിയെടുക്കാവുന്നതാണ്. പലർക്കും ഇതൊക്കെ എങ്ങനെ വൃത്തിയാക്കാം എന്നൊരു ഭയങ്കര ബുദ്ധിമുട്ട് പോലെയാണ്. അപ്പോൾ 2 ദിവസം കൂടി ഇരിക്കുമ്പോഴത്തേക്ക് ബ്രാസ് വിളക്കാണ് നിങ്ങൾ വാങ്ങിക്കുന്നതെങ്കിൽ അത് തുടച്ചെടുക്കാവുന്നതാണ്. നമ്മൾ ഈ കുളിയുടെ കാര്യം പറഞ്ഞത് പൂജാമുറിയിലല്ലല്ലോ നമ്മൾ വിളക്ക് കത്തിക്കുന്നത്. രോഗത്താൽ ബുദ്ധിമുട്ടുന്നവർക്കാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത്. നല്ല ആരോഗ്യമുള്ളവർക്ക് രാവിലെ കുളിക്കാൻ മടിച്ചിട്ട് കുളിക്കാണ്ട് ബ്രഹ്മമുഹൂർത്ത ദീപം തെളിയിക്കരുത്. അത് ശരിയല്ല. നിങ്ങൾക്കാവുന്നില്ല, പ്രായം ചെന്നിട്ടുണ്ട്, രോഗത്തിൻ്റെ പ്രശ്നങ്ങളുണ്ട്, അങ്ങനെയൊക്കെയുള്ളവർക്ക്, ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്ക് എന്ത് ചെയ്യാം? കുളിക്കാതെ തന്നെ ബ്രഹ്മമുഹൂർത്ത ദീപം കൊളുത്താവുന്നതാണ്.
അപ്പം പിന്നെ പൂജാമുറിയിൽ ഞാൻ ബ്രഹ്മമുഹൂർത്ത ദൈവം തെളിയിച്ചിട്ട് പൂജാമുറിയിൽ പോയി പൂജാമുറി തുടച്ച് വിളക്കിലെല്ലാം പൊട്ടൊക്കെ തൊട്ട് തിരിയൊക്കെ ഇട്ട് എണ്ണ ഒഴിച്ചൊക്കെ ആകുമ്പോഴേക്കും ഒരു 20 മിനിറ്റോളം എനിക്കപ്പോൾ തീരും. അത് കഴിഞ്ഞ് 5 മണിയാകുമ്പോഴാണ് പൂജാമുറിയിൽ വിളക്ക് കൊളുത്താറ്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ബ്രഹ്മമുഹൂർത്ത വിളക്ക് ഇപ്പോൾ വീണ്ടും കൊളുത്താൻ തുടങ്ങിയതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ കാര്യം ഞാനും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ബ്രഹ്മമുഹൂർത്ത വിളക്ക് കൊളുത്തിയിട്ടുണ്ടോ അതിൻ്റെ റിസൾട്ട് അറിയാൻ നിങ്ങൾക്കും ആഗ്രഹമുണ്ടായിരിക്കും. ഞാൻ വർഷങ്ങളായി ബ്രഹ്മമുഹൂർത്ത വിളക്ക് കൊളുത്താൻ തുടങ്ങിയിട്ട്. അന്നും ഞാൻ കുളിച്ചിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അതായത് എനിക്കിപ്പോഴും കുളിക്കാതെ ബ്രഹ്മമുഹൂർത്ത ദീപം തെളിയിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. രാവിലെ എഴുന്നേറ്റ് പല്ല് ബ്രഷ് ചെയ്ത് മുഖം കഴുകി കൈയും കാലും ഒക്കെ കഴുകി കുറച്ച് വെള്ളം തലയിൽ തളിച്ചിട്ടാണ് അങ്ങനെയും ബ്രഹ്മമുഹൂർത്ത ദീപം കൊളുത്താം. അന്ന് ഞാൻ കറക്റ്റ്, അതായത് എൻ്റെ ആദ്യ സമയങ്ങളിൽ കറക്റ്റ് 3-3:30 മണിക്കാണ് കൊളുത്തിയിരുന്നത്. അതായത് 3 മണി കഴിയുമ്പോഴാണ് എഴുന്നേൽക്കുന്നത്. എണീറ്റ് ആദ്യം പോയി ഈ ബ്രഹ്മമുഹൂർത്ത ദീപം 3:30 കറക്റ്റായി കൊളുത്തു. എന്നിട്ട് പിന്നെ പോയി കുളിച്ച് വന്നാണ് പൂജാമുറിയിലേക്ക് വിളക്ക് കൊളുത്തിക്കൊണ്ടിരുന്നത്. അങ്ങനെയാണ്. അപ്പോൾ 48 ദിവസം കൊളുത്തിയതിൽ പീരീഡ്സ് ടൈമിൽ കൊളുത്താനാവില്ലായിരുന്നു. അപ്പോൾ എന്ത് ചെയ്തു? അപ്പോൾ കൊളുത്തിയതിൻ്റെ റിസൾട്ട് കിട്ടിയത് ഏകദേശം 1 വർഷം കഴിഞ്ഞിട്ടായിരുന്നു. എത്ര താമസിച്ചാലും നമുക്ക് അതിൻ്റെ ഒരു ഫലം കിട്ടുമെന്നുള്ളതാണ് ഉറപ്പാണ്. ഇത് ഞാൻ പറയാൻ കാരണം, കുളിക്കാതെ ബ്രഹ്മമുഹൂർത്ത വിളക്ക് കൊളുത്തിയതിൽ ഇതിനാൽ ഫലം കിട്ടില്ല എന്ന് കരുതി ആരും കൊളുത്താതിരിക്കേണ്ട. തീർച്ചയായും ഫലം കിട്ടും. എനിക്ക് അനുഭവമുള്ളതാണ്. അതിൻ്റെ റിസൾട്ട് ഞാൻ പറഞ്ഞു കൊടുത്തു, പലർക്കും കിട്ടിയതുമാണ്. അതിനുശേഷം എല്ലാ വർഷവും 48 ദിവസം ബ്രഹ്മമുഹൂർത്ത വിളക്ക് കൊളുത്തുമായിരുന്നു. ഇപ്പോൾ പിന്നെ ഒരുപാട് കാലമായിട്ട് എല്ലാ ദിവസവും നമുക്കതൊരു റൊട്ടീൻ പോലായി. നമ്മൾ ഇത് ഡെയിലി കൊളുത്തുന്ന ഗണപതിക്ക് അങ്ങനെ എല്ലാവർക്കും കൊളുത്തുന്നതിൻ്റെ ഭാഗമായി മാറി. ബ്രഹ്മമുഹൂർത്ത വിളക്ക് ആദ്യം കൊളുത്തിയിട്ടാണ് പൂജാമുറിയിൽ വിളക്ക് കൊളുത്തുന്നത്. ഇനിയിപ്പോൾ നമ്മൾ ദിവസവും ഇങ്ങനെ ബ്രഹ്മമുഹൂർത്ത വിളക്ക് കൊളുത്തുമ്പോൾ ഞാൻ ഇവിടെ കുറച്ച് പൂക്കളൊക്കെ വെച്ച് അലങ്കരിച്ചുകൊണ്ടാണ് ചെയ്യുന്നത്. നിങ്ങൾക്കും അങ്ങനെ ചെയ്യാം. അങ്ങനെ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. വിളക്ക് കൊളുത്തുമ്പോൾ ഒരു പൂവെങ്കിലും നമ്മൾ വെക്കുന്നത് വളരെ നല്ലതാണ്. വിളക്ക് കൊളുത്തുമ്പോൾ ആ വിളക്ക് നമ്മൾ എപ്പോഴും അലങ്കരിച്ച് വേണം കൊളുത്തേണ്ടത്. എൻ്റെ പൂജാമുറിയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ, എൻ്റെ കൃഷ്ണനൊക്കെ മാല ചാർത്തിയിരിക്കുന്നതും എല്ലാം എന്നെക്കൊണ്ട് കഴിയുന്ന പോലെ എല്ലാം ഞാൻ ചെയ്ത് അണിയിക്കാറുണ്ട്. അപ്പോൾ പൂക്കളൊക്കെ വെച്ച് ഭയങ്കരമായി അലങ്കരിച്ചിട്ടാണ് ഞാൻ ഈ ദീപമൊക്കെ തെളിയിക്കുന്നത്. അപ്പോൾ പൂക്കളൊക്കെ വെച്ച് അലങ്കരിച്ച് നിങ്ങൾ ഈ പൂജ ചെയ്യുമ്പോൾ അതിൻ്റെ വ്യത്യാസം ഉടനെ തന്നെ ഉണ്ടാകും എന്ന് ഞാൻ ഉറപ്പ് തരുന്നില്ല. ഇത് ഗ്രാജ്വലി അതിൻ്റേതായ ഒരു ഐശ്വര്യമൊക്കെ നിങ്ങളിലേക്ക് വന്ന് ചേരുക. അല്ലാതെ നിങ്ങൾ പൂക്കളൊക്കെ വെച്ച് അലങ്കരിച്ച് ഇന്ന് ചൊല്ലിയാൽ നാളെ പ്രയോജനം കിട്ടും എന്നല്ല പറയുന്നതിൻ്റെ. അതിൻ്റേതായ ഒരു ഐശ്വര്യമൊക്കെ തന്നെ ഈശ്വരൻ നമുക്ക് നൽകും. എല്ലാവർക്കും ഈ വീഡിയോ ഒരുപാട് പ്രയോജനപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ബ്രഹ്മമുഹൂർത്ത ദീപം നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കും. നിങ്ങളുടെ വീട്ടിൽ സർവ്വ ഐശ്വര്യങ്ങളും കൊണ്ടുവരും. ആയുരാരോഗ്യ സൗഖ്യങ്ങളുണ്ടാവും. ഒരു ബ്രഹ്മമുഹൂർത്ത ദീപം തെളിയിക്കുന്ന ഭവനം നമുക്ക് കണ്ടാൽ അറിയാം. നമ്മൾ വാസ്തുവൊക്കെ നോക്കാൻ പോകുമ്പോൾ ഭവനങ്ങൾ കാണുമ്പോൾ അറിയാം ഈശ്വരാധീനമുള്ള ഭവനങ്ങളാണോ ഇല്ലയോ എന്നുള്ളത്. അപ്പോൾ അത് നിങ്ങളുടെ ജീവിതത്തെ ഭഗവാൻ തന്നിരിക്കുന്ന ഒരു വലിയ അവസരത്തിനെ പാഴാക്കി കളയരുത്. ബ്രഹ്മമുഹൂർത്ത ദീപം മുടങ്ങാതെ നിങ്ങൾ തെളിയിക്കാൻ ശ്രമിക്കണം. ഏതൊക്കെ പ്രതിസന്ധികൾ വന്നാലും ബ്രഹ്മമുഹൂർത്ത ദീപത്തിൽ നിന്നും ഒഴിഞ്ഞു മാറരുത്. നമ്മൾ പോലും അറിയാതെ നമുക്ക് ഒരുപാട് തടസ്സങ്ങൾ വരും. നമ്മൾ ബ്രഹ്മമുഹൂർത്ത ദീപം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എവിടുന്നൊക്കെയാണ് നമുക്ക് തടസ്സങ്ങൾ വരുന്നതെന്ന് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. പക്ഷേ അതിനെയൊക്കെ തരണം ചെയ്ത് ആ ബ്രഹ്മമുഹൂർത്ത ദീപം തെളിയിക്കുന്നതിന് ഉത്തരവാദിത്തം കാണിച്ച് മുന്നോട്ട് പോകുന്നവന് ജീവിതത്തിൽ സക്സസ് തന്നെ ഉണ്ടാവും. ബ്രഹ്മമുഹൂർത്ത ദീപത്തിൻ്റെ അത്ഭുതം ഈ ഒരു വീഡിയോയിൽ പറഞ്ഞു തീർക്കാൻ പറ്റുന്നതല്ല. അതുകൊണ്ട് ദയവായി എല്ലാവരും നിങ്ങളുടെ ആ വലിയ ആഗ്രഹ സഫലീകരണത്തിന് ബ്രഹ്മമുഹൂർത്ത ദീപം തെളിയിക്കുവാൻ മറക്കരുത്. എന്ത് സംശയം ഉണ്ടെങ്കിലും വീഡിയോയ്ക്കടിയിൽ ചോദിക്കാം. നിങ്ങൾക്ക് ഞാൻ അതിന് വ്യക്തമായ മറുപടി തരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരെയും ഭഗവാന്റെ അനുഗ്രഹം അധികമായി ഉണ്ടാകട്ടെ. കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഭഗവാനേ കൃഷ്ണ, ഗുരുവായൂരപ്പ അനുഗ്രഹിക്കണേ.